മാധ്യമത്തിലെല്ലാം കലങ്ങി തെളിഞ്ഞോ? കലങ്ങിത്തില്ല, നിങ്ങൾ കലക്കുന്നു. മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇങ്ങനെ ഒരു മാധ്യമം പ്രവർത്തിക്കാൻ പാടില്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞതോടെ എല്ലാത്തിനും ഒരു മീറ്റിങ്ങിൻ്റെ തല്ല, നിങ്ങൾ ഈ മാധ്യമം വരുത്തി വെക്കുന്ന പിന്നെയാണ്. നിങ്ങൾ ആരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റായി പത്രത്തിൽ കൊടുക്കുന്നത്? നിങ്ങൾ ഈ മാധ്യമത്തിൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കണം. ആദ്യം ഒരു തലക്ക് ഒളിവില്ലാത്തവർ വിളിച്ചു പറയുന്നതെല്ലാം കൊടുക്കാനുള്ളതാണോ നിങ്ങളുടെ മാധ്യമം? നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ എന്താ 2-3 ദിവസമായി കാട്ടിക്കൂട്ടിയത്? എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഒരു പത്രധർമ്മമാണ് ഇത്. ഒരു ന്യായമായ ഒരു പത്രമാധ്യമത്തിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഇല്ല വണ്ടി പോരും. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ആലോചിക്കുക. ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്. പക്ഷേ ഒരു നേതാക്കന്മാർ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ മാധ്യമങ്ങൾക്ക്? നിങ്ങൾ ആദ്യം പരിശോധിക്കണം. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളല്ലേ? ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഒന്ന് വന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ? പിന്നെ ജയരാജൻ പറഞ്ഞത് കൊടുക്കാതിരിക്കുന്നത് ഞാൻ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ഈ പറയുന്നതിനെ കുറിച്ച് നോക്കട്ടെ. ഞാൻ ഇന്ന് വരെ സംസാരിക്കാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീയാണ് എനിക്കെതിരായിട്ട് പറയുന്നത്. എന്തും വിളിച്ചു പറയുന്നൊരു സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് കൊടുക്കാനുള്ളതാണോ നിങ്ങളുടെ മാധ്യമം? നിങ്ങൾ പരിശോധിക്കണ്ടേ ഈ പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ BJP-യിലേക്ക് പോകും. നിങ്ങൾ എങ്ങനെ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു വാർത്ത കൊടുത്തത്? നിങ്ങൾക്ക് എവിടുന്ന ധൈര്യം കിട്ടി? ശോഭാ സുരേന്ദ്രൻ ആരാ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീ വിളിച്ചു പറയും. ഉടനെ അത് കൊടുക്കാനുള്ളതാണോ പത്രധർമ്മം? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊരു കാര്യത്തിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് വരും. ഞാൻ അത് വേറെ കാര്യം. നിങ്ങൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള നടപടികൾ തിരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ആവശ്യം. നിങ്ങൾ ഈ പൊതുപ്രവർത്തകരെ ഏതെങ്കിലും നിലവാരമില്ലാത്തവരുടെ നിലയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുത്. എനിക്ക് നിങ്ങളുടെ ഏഷ്യാനെറ്റുകാരോടും അതുപോലെ മറ്റ് ചാനലുകാരോടും അഭ്യർത്ഥിക്കാറുണ്ട്. ഏത് വലിയ നേതാവ്? ഏത് വൈസ് പ്രസിഡന്റ്? 1001 വൈസ് പ്രസിഡന്റ്. അത് കൊടുക്കലാണോ നിങ്ങളുടെ ധർമ്മം? തെറ്റായിട്ടുള്ള നിലപാടുകളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ആദ്യം മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ഞങ്ങൾ ഇന്നാളെ പറഞ്ഞു അതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരിയാവും? അതാണോ ധർമ്മം? അതൊക്കെ വേറെ കാര്യം. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബഹളമാണിത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായ രീതികളാണ്. നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. മാധ്യമങ്ങൾ പരസ്യത്തിന്റെ പൈസ വാങ്ങി CPM-നെയും ഇടതുപക്ഷ മുന്നണിയെയും തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി ആസൂത്രണം ചെയ്ത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിന് നിങ്ങൾ ആദ്യം പലരെയും നോക്കി. അവസാനം നിങ്ങൾക്ക് എന്നെ അരയായി കിട്ടിയത്. എന്നാൽ പിന്നെ കൊത്തി വലിച്ചു കളയാം. നിങ്ങൾ കൊത്തി വലിച്ചാലൊന്നും വലിച്ചു പോകുന്ന ആളല്ല ഞാൻ. മീഡിയാണ് ഉണ്ടാക്കിയത്. ഒരു ദല്ലാണെങ്കിൽ ദല്ലാണ്ട് കൊടുക്കാൻ പറ്റൂ. ഞാൻ ആരെന്നുള്ളതല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ദല്ലാള് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ദല്ലാള് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായി പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ? ഇത് ആരോപണങ്ങളല്ല, ഇത് ഫ്രോഡ് വർക്കാണ്. അത് തിരിച്ചറിയാനുള്ള വിവേകം പോലും നമ്മുടെ മാധ്യമങ്ങൾക്കില്ലേ? എന്റെ വിശദീകരണം അല്ല നിങ്ങൾ കൊടുത്തത്. നിങ്ങൾക്ക് എനിക്കെതിരായിട്ടുള്ളതാണ് നിങ്ങൾ കൊടുത്തത്. നിങ്ങൾ എന്റെ പേര് നടപടിയെടുക്കാൻ പോകുന്നു, ശാസിക്കാൻ പോകുന്നു, പുറത്താക്കാൻ പോകുന്നു. നിങ്ങൾ സംതൃപ്തരായിരിക്കൂ. നിങ്ങൾക്കൊരു അല്പ നിമിഷമെങ്കിലും അതുകൊണ്ട് സന്തോഷം കിട്ടുമെങ്കിൽ നല്ലത്. നിങ്ങൾ മാധ്യമങ്ങൾ, ഞാൻ വ്യക്തിപരമായി കമലാക്ഷനെ പറയുന്നതല്ല, ഇത് മാധ്യമങ്ങളുടെ പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ ഭാഗമായി നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യാജ വാർത്ത നിർമ്മാണ കേന്ദ്രം, അവരുണ്ടാക്കിയിട്ടുള്ള വാർത്തയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി. അതിൽ നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം കിടന്ന സാമ്പത്തികമാണ്. അത്തരമൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കരുത്. ശരിയായ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തണം. ഇങ്ങനെ വ്യക്തിഹത്യക്ക് വേണ്ടി ആളുകളുടെ ഉപകരണമായി നമ്മുടെ മാധ്യമങ്ങൾ മാറാൻ പാടില്ല. നിയമനടപടിയിലേക്ക് പോകും. ഞാൻ നിയമ നടപടി ആർക്കൊക്കെ എതിരായി നോക്കണമെന്നുള്ളത് കാര്യങ്ങളെല്ലാം വെച്ച് നിയമ നടപടി സ്വീകരിക്കും. എനിക്കൊരു പരിചയമില്ലാത്തൊരു സ്ത്രീ നടത്തിയിട്ടുള്ള തെറ്റായ പ്രചരണങ്ങളെ പാർട്ടിക്കെല്ലാം ബോധ്യമായോ? ഇത് പാർട്ടിക്ക് മാത്രം, ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. നിങ്ങളെ പത്രങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ പത്രങ്ങൾ, ഈ ദൃശ്യമാധ്യമങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യവും അവരുടെ നിലപാടും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്.
നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുക, വൈകുന്നേരം കുറേ ആളുകളെ കൂട്ടി വൈകുന്നേരം ഒരു അന്തിച്ചർച്ച നടത്തുക. എന്നിട്ട് ആരെയാണ് ഇന്ന് വധിക്കേണ്ടത്, ആരെയാണ് ഇന്ന് കൊല്ലേണ്ടത്, ആരെയാണ് ശരിപ്പെടുത്തേണ്ടത്, ഏത് സൽഗുണങ്ങളാണ് ഇല്ലായ്മ ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ തെറ്റായ നിലപാട് തിരുത്തൂ, ശരിയായ വഴികളിലെ കൂടി സഞ്ചരിക്കൂ. ഒരു മാധ്യമത്തിൻ്റെ ഉയർന്ന ധർമ്മം നിങ്ങൾ നിലനിർത്തൂ. അതാണ് എനിക്ക് നിങ്ങളോട് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ അടുത്ത മാധ്യമങ്ങളെല്ലാം ക്ലിയറായി തോന്നില്ല, മൊത്തം വിവാദം അവസാനിച്ചോ? അതൊന്നല്ല ഇന്നത്തെ വിഷയം. നിങ്ങൾ നന്നാവുക എന്നുള്ളതാണ്. ഞങ്ങൾ നന്നാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നത്. അല്ല, നിങ്ങൾ നന്നാവില്ല. അങ്ങനെയൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. മീഡിയ വൺ അതിൻ്റെ ഒരു ഭാഗമാണ്. മീഡിയ വൺ ഉണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്, 24 ഉണ്ട്.